നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 93-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ ടി.പി. മാധവനെ കുറിച്ചിട്ടാണ്. ഈയിടയ്ക്കാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. അദ്ദേഹം എൻ്റെ സ്വന്തം വല്യച്ഛൻ്റെ മകൻ്റെ ഭാര്യ സഹോദരനാണ്. ഞാൻ ആദ്യം കാണുന്നത് വഴുതയ്ക്കാട്ടെ കല്യാണി മന്ദിരത്തിൽ വെച്ചാണ്. പെരമ്മയെ കാണാൻ പോയപ്പോഴാണ് മാധവേട്ടനെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞത്. അന്ന് വെറുതെ കാഷ്വലായിട്ട് എന്തൊക്കെയുണ്ട് ചേട്ടാ, സുഖം തന്നെയാണോ? ആ സുഖം, അങ്ങനെ പോണ്ടേ എന്ന് തിരുവനന്തപുരം ശൈലിയിൽ പറഞ്ഞു. കൂടുതലൊന്നും സംസാരിച്ചില്ല. അദ്ദേഹം ശരീരമസകലം കുഴമ്പൊക്കെ തേച്ച് കുളിക്കാനുള്ള പുറപ്പാടിലാണ്. ശരിയെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പെരമയെല്ലാം കണ്ട് ബന്ധുക്കളെല്ലാം കണ്ടിട്ട് അവിടുന്ന് പോയി. പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിൽ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് മൂകാംബികയിൽ ഞാനും കുടുംബവും, ഞാനും ഭാര്യയും മകനുമായി മൂകാംബിക ദർശനത്തിന് വർഷത്തിലൊരിക്കൽ പോകാറുണ്ട്. അങ്ങനെ പോയപ്പോൾ ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ മാധവേട്ടൻ മുറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് കയറി. പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതു. അപ്പോൾ 2 ദിവസത്തെ താമസമാണ്. ഞങ്ങൾ തിരികെ വന്നപ്പോൾ മാധവേട്ടൻ മുകളിൽ നിന്നും താഴോട്ടിറങ്ങി വരുന്നു. കണ്ട മാത്രം തന്നെ ഓടിച്ചെന്നു, മാധവേട്ട എന്നെ അറിയുമോ? ഇല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഓ അത് ശരി, ഞാൻ അമ്പലത്തിൽ പോയി വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. സന്ധ്യാദീപാരാധനയ്ക്ക് എനിക്ക് പോകണം. അപ്പോൾ ഞാൻ ഇന്നും നാളെയും കാണും, നമുക്ക് സംസാരിക്കാം. ശരി ചേട്ടാ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പോയി. ഞങ്ങളും അമ്പലത്തിൽ രാത്രി പൂജയും ദീപാരാധനയും അതെല്ലാം കണ്ടു തൊഴുത് അവിടെയെല്ലാം ചുറ്റി നടന്ന് അമ്പലത്തിൻ്റെ സരസ്വതി മണ്ഡപത്തിൻ്റെ അവിടെയെല്ലാം ഇരുന്ന് വരുന്ന പ്രജകളെയും വരുന്ന ആൾക്കാരെയും അവിടുത്തെ കലാപരിപാടികളെയും ഒരു ഉത്സവ പ്രതീതിയിൽ കണ്ടാസ്വദിച്ച് രഥം എഴുന്നള്ളിപ്പം അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ അവിടെ തങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ വെളുപ്പിനെയുള്ള ദർശനത്തിന് പോകാനായി തയ്യാറായി. പോയി തൊഴുത് കാപ്പി കുടിയെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നു. ഒരു 10 മണിയോടുകൂടി ഞാൻ മാധവേട്ടൻ്റെ മുറിയിൽ നിന്ന് തട്ടി. അദ്ദേഹം ഉണർന്നെണീറ്റ് പ്രഭാതപരികളെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വരണം വരണം എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ അന്ന് വരെ ബന്ധവും സ്വന്തവും ഒക്കെ ആണെങ്കിലും ഞങ്ങൾ വളരെ വിശദമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഈ കാണുന്ന അവസരത്തിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. രാവിലെ അദ്ദേഹത്തിന് വേറെ പ്രോഗ്രാംസൊന്നുമില്ല. അന്ന് വൈകുന്നേരം അദ്ദേഹം പോവുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളും അവിടെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോട്ടേക്കും ഞങ്ങൾ തിരുവനന്തപുരത്തേക്കും. അപ്പോൾ ഞാനും മാധവേട്ടനും മാത്രമേ ഉള്ളൂ ആ റൂമിൽ. അങ്ങനെ സിനിമാ കഥകളും സിനിമാ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ, ഇന്ന് യൗവനത്തിന് കുഴപ്പമൊന്നുമില്ല, എങ്കിലും അന്നത്തെ ചോരത്തിളപ്പിൽ ചിന്തയുടെ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുമല്ലോ. അന്ന് എന്തും പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 തവണ ചിന്തിക്കും. ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ് എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. അന്ന്
യാതൊരു ശങ്കയും കൂടാതെ മാധവേട്ടനോട് പറഞ്ഞു, മാധവേട്ട, അമ്മയുമായിട്ടൊക്കെ നല്ല ബന്ധമല്ലേ, എനിക്ക് ഏതെങ്കിലും ഒരു ചിത്രത്തിൽ 1-2 ഗാനങ്ങൾ എഴുതാനുള്ള ചാൻസ് വാങ്ങി തന്നാൽ നന്നായി. മുഖത്തടിച്ച പോലെ വളരെ ഈർഷ്യയോടുകൂടി പറഞ്ഞു, അതൊക്കെ സ്വന്തമായി പരിശ്രമിച്ച് നേടിയെടുക്കണം, അല്ലാതെ സ്വന്തവും ബന്ധവും ബന്ധനങ്ങളും ഒന്നും പറഞ്ഞുകൊണ്ടല്ല. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിൽ എത്തിയത്. അതേപോലെ ചുളിവിൽ അങ്ങനെ പ്രശസ്തിയൊന്നും നേടണ്ട, നന്നായിട്ട് അധ്വാനിക്കുക. അത് കേട്ടപ്പോൾ ഞാനങ്ങ് വല്ലാണ്ട് ശരിക്കും വിയർത്തു. കാരണം അത് AC റൂമാണ്, അദ്ദേഹം AC റൂമിലാണ് കിടക്കുന്നത്. എല്ലാ മാസവും 2 മാസം 3 മാസം കൂടുമ്പോൾ അവിടെ ഒന്ന് ദർശനം നടത്തുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇത്തരണത്തിൽ ഒരു ഇത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കാൻ നാവ് പൊന്തിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ആ മുഖത്തിൻ്റെ ഭാവം തന്നെ മാറി. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ മ്ലാനത കണ്ടിട്ട് ചോദിച്ചു, വേറെന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു, പരമാനന്ദ സുഖം ചേട്ടാ. അതെന്താ അങ്ങനെ ഒരു പരമാനന്ദ സുഖം? ഞാൻ പറഞ്ഞു, നാവിൽ നിന്നും വന്നതും അത്ര സ്നേഹമായിട്ടാണല്ലോ പറഞ്ഞത്. നമുക്ക് നമ്മളോട് ഒരാൾ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് കഴിവില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ നമുക്ക് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും സ്നേഹമിശ്രണമായിട്ടുള്ള ഒരു പെരുമാറ്റം, അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. പെരുമാറ്റം എന്നത് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിലത് തറച്ചു കയറും. പിന്നെ അത് എത്ര മായ്ച്ചാലും അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. ഞാനിത് പറഞ്ഞപ്പോൾ മാധവേട്ടൻ പറഞ്ഞു, എടോ, വേദവും വേദാന്തവും ഒക്കെ ആർക്കും പറയാം, എനിക്ക് തോന്നിയതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സബ്ജക്റ്റ് വിട്ടേക്കൂ മാധവേട്ട, ഞാൻ ബന്ധമൊന്നും പറഞ്ഞല്ല എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞത്. ഒരു സ്റ്റെപ്പ്, ഒരു സിനിമ എന്ന മായിക പ്രപഞ്ചത്തിൽ എഴുത്തുകാരന് കയ്യപ്പൂ ചാർത്താനുള്ളൊരു ചാൻസാണിത്. അപ്പോൾ മാധവേട്ടൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ മാധവേട്ടൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും എന്നെക്കൊണ്ട് എഴുതിക്കുകയും ചെയ്താൽ ഒന്ന് ഗാനരചയിതാവ് എന്നുള്ള ഒരു പേരുണ്ടാവുമല്ലോ. അതേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് ചേട്ടൻ ഓരോരുത്തരെ കണ്ട് നിർബന്ധിച്ച് ശരവൺ മഹേശ്വർ എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കണം എന്ന് പറയണം എന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷേ മാധവേട്ടൻ്റെ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ തറച്ചു കേട്ടോ. തറയ്ക്കാൻ ഇതെന്താ, ആണിയാണോ? ഞാൻ ചിരിച്ചു. ആണിയും അങ്കുരവും ഒന്നുമല്ല ചേട്ടാ. പറയുന്ന വാക്കുകൾ, നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ അത്ര സ്നേഹത്തോടെ വേണം ഓരോരുത്തരോടും പെരുമാറാൻ, ഓരോരുത്തരെയും കാണാൻ. ഇന്ന് ഞാൻ ചേട്ടനോട് ഒന്ന് ചാൻസ് ചോദിച്ചു, നാളെ ഈ ഭൂമി ഉരുണ്ടതാണല്ലോ, ഉരുണ്ട് നാളെ ചേട്ടനൊരു ചാൻസ്, ഞാനൊരു ചിത്രം ചെയ്യുകയാണ്, ചേട്ടൻ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ ഇത്തരത്തിലാവില്ല പ്രതികരിക്കുക. ഞാൻ ശ്രമിക്കാം, ചേട്ടന് ഇതിൽ ചെയ്യാൻ പറ്റുന്ന റോളുണ്ടെങ്കിൽ തരാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറയുമ്പോൾ 2 പ്രോജക്റ്റുകൾ, ഒരു തമിഴ് പ്രോജക്റ്റും ഒരു മലയാളം പ്രോജക്റ്റും, ചെറിയ പ്രോജക്റ്റുകളാണ്. 30-40 ലക്ഷം രൂപയ്ക്കകത്ത് ഇരുന്ന കൊച്ചു കൊച്ചു പ്രോജക്റ്റുകൾ. 2 പ്രോജക്റ്റുകൾ എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം തീർന്ന് പലരുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ പലരും അറിഞ്ഞും കേട്ടും പറഞ്ഞും എന്നെ വന്ന് കാണുന്നുണ്ട്, എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്,
എന്നെ കൂടി ഉൾപ്പെടുത്തണേ എന്ന് പറയുന്നവരുണ്ട്. ആരോടും ഞാൻ മുഷിഞ്ഞോ അല്ലെങ്കിൽ മോശമായോ ഒന്നും പറഞ്ഞിട്ടില്ല. ക്ഷമിക്കാം. നിങ്ങൾക്ക് പറ്റിയ റോളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. അങ്ങനെ നിരവധി പേർ, ഒരാളോട് പോലും ഞാൻ കഴിയില്ല, നോ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രയത്നിക്കുക, നമ്മൾ അശ്രാന്തം പ്രയത്നിക്കുക. ആരുടെ മനസ്സിനെയും തൊട്ടു നോവിക്കരുത്. അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നത് മാതിരിയാണ്. ആരായിത്തീരുമെന്ന് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും? ആർക്ക് പ്രവചിക്കാൻ സാധിക്കും? കാലം അങ്ങനെയാണ്. ആരെ അവഹേളിക്കുന്നുവോ അല്ലെങ്കിൽ ആരോട് മോശമായി പെരുമാറുന്നുവോ, നാളെ അവൻ്റെ മുന്നിൽ നമ്മൾ ഒരു അവസരത്തിന് വേണ്ടി നിൽക്കേണ്ടി വന്നാൽ, അപ്പോൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആരെയും, എന്നെ വിളിക്കുന്ന അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന, പറഞ്ഞില്ലേ സിനിമയൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് ഡോക്യുമെൻ്ററിയും ടെലിഫിലിംസൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പരിശ്രമിക്കുന്നു, നടക്കുമെന്നുള്ള പ്രത്യാശയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നടക്കാം, നടക്കാതിരിക്കാം. എനിക്കുള്ള പ്രത്യേകത, എനിക്ക് നിരാശയെന്ന് പറയുന്നൊന്നുമില്ല. വന്നപ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ജീവിതചര്യയിൽ നമ്മൾ പരിശ്രമിക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് പരിശ്രമിക്കുക. ചിലപ്പോൾ ദുർഘടമായ ഒരുപാട് പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ഇതൊന്നും വേദാന്തമൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു. അന്ന് മാധവേട്ടൻ്റെ ആ പെരുമാറ്റം എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്നതാണ് സത്യം, വാസ്തവം. എന്നിട്ട് താമസ സൗകര്യത്തെപ്പറ്റിയും ദർശനത്തെപ്പറ്റിയും ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിച്ച ശേഷം വൈകുന്നേരം സരസ്വതി മണ്ഡപത്തിൽ ഞാനും കുടുംബവും അവിടെ ചെന്നിരുന്നു. സരസ്വതി മണ്ഡപത്തിൻ്റെ സൈഡിൽ അദ്ദേഹം ഇരുന്നപ്പോൾ ഞാനും എൻ്റെ മകനും അദ്ദേഹത്തോടൊപ്പം നിന്ന് 1-2 ഫോട്ടോകളെടുത്തു. ഇത് ഒരു സാക്ഷ്യപത്രമാണല്ലോ, കണ്ടു എന്നുള്ളതിന്. അതെല്ലാം കഴിഞ്ഞ് രാത്രിയിലെ പൂജയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പോകാൻ, സരസ്വതി മണ്ഡപത്തിൽ നിന്നും പോകാൻ സമയത്ത് ഞാൻ മാധവേട്ടനോട് പറഞ്ഞു, ചേട്ടാ, എന്നോട് ഇങ്ങനെ കയർത്ത് പറഞ്ഞതിരിക്കട്ടെ, എനിക്ക് താങ്ങാനുള്ള കാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി എനിക്കുണ്ട്. പക്ഷെ ചില ആൾക്കാർ അറിയാതെ ചേട്ടനോട് വന്ന് പറഞ്ഞ് എന്തെങ്കിലും ചാൻസ് വേണമെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ചേട്ടൻ പറഞ്ഞാൽ അത് അവർക്ക് ചിലപ്പം എന്നെപ്പോലെ തൊലിക്കട്ടിയും മനക്കട്ടിയും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് കഴിയില്ലെങ്കിലും കുറച്ച് സാധൂകരിച്ച് പറഞ്ഞാൽ നന്നായി. ഇദ്ദേഹം താടിയിലൊന്ന് ഒഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ സ്വഭാവ രീതികളൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല, എങ്ങനെയാണോ അങ്ങനെ. അപ്പം ശരി, കാണാം. അതുവരെ മൗനത്തിൻ്റെ ഭാഷയും ക്ഷമയുടെ ഭാഷയും ഒക്കെ മനസ്സിൽ കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, ചേട്ടൻ്റെ ചിന്തകൾ ചേട്ടനെ നയിക്കട്ടെ, വീണ്ടും നമുക്ക് കാണാം. ഞാൻ വല്യച്ഛൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, ചേച്ചിയെ കാണാൻ വരുന്നുണ്ട്, അപ്പോൾ കാണാം. അപ്പോഴും എന്നോട് പറഞ്ഞ വാക്കിയതാണ്, കാണാമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇത്രയും നേരം കണ്ടില്ലേ, സംസാരിച്ചില്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ദേവീ നമോസ്തുഭ്യം വരദേ കാമരൂപിണി എന്നു തുടങ്ങിയ ആ ശ്ലോകമാണ് മനസ്സിൽ നിറഞ്ഞത്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. രാത്രി നട അടയ്ക്കുന്ന സമയത്ത് ഞാനും ശ്രീമതി മകനുമായി ഞങ്ങളുടെ റൂമിൽ പോയി. ഞങ്ങൾ പിറ്റേന്ന് അതിരാവിലെ ഉള്ള ബസ്സിന് മാംഗ്ലൂരിലെത്തി, അവിടുന്ന് ട്രെയിനിൽ തിരുവനന്തപുരത്തെത്തുകയും ചെയ്തു. അതിനുശേഷം കുടുംബത്തിലെ 1-2 മരണാവശ്യങ്ങൾക്കുമൊക്കെ പോയപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയോ അദ്ദേഹം എന്നോടൊന്നും സംസാരിക്കുകയോ ഉണ്ടായില്ല. പക്ഷേ
രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സഹോദരി എന്നോട് ചോദിച്ചു, അറിയില്ലേ മാധവേട്ടനെ? ഞാൻ പറഞ്ഞു, പിന്നെ അറിയാം, നന്നായിട്ടറിയാം. പിന്നെ എന്താ കണ്ടിട്ടൊന്നും മിണ്ടാത്ത? മനസ്സല്ലേ ചേച്ചി, അത് ഏത് തരത്തിൽ എങ്ങോട്ട് ചലിക്കും, എങ്ങോട്ട് നടക്കും, എങ്ങോട്ടിരിക്കും, എങ്ങോട്ട് പോകും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തോ ആ സമയത്ത് തോന്നിയില്ല, അല്ലാതെ പരിഭവമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല. ഈ മരണം നടന്നു കഴിഞ്ഞപ്പോൾ പോയി കാണണം എന്ന് തോന്നി. എങ്കിലും മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു വിങ്ങൽ. സ്വന്തമായിട്ടെല്ലാം നേടൂ, ആരുടെയും താളത്തിനും ആരുടെയും ഇഷ്ടത്തിനും ഒന്നും നിൽക്കാതെ സ്വന്തമായി എല്ലാം നേടിയെടുക്കണം, അതാണ് വിജയത്തിൻ്റെ ലക്ഷ്യം എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞ ആ വാക്കുകൾ മനസ്സിലങ്ങനെ സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. പാവം മനുഷ്യ മനസ്സാണ്. ഓരോരുത്തരുടെയും മനുഷ്യ മനസ്സ് എങ്ങനെയൊക്കെ ഏതെല്ലാം തരത്തിൽ പെരുമാറും എന്ന് നമുക്ക് പ്രവചിക്കാൻ വയ്യ. എങ്കിലും ആ തുല്യ കലാകാരന് നരസിംഹത്തിലെയും അങ്ങനെ നിരവധി ചിത്രങ്ങളിലെ അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും അഭിനയ മുഹൂർത്തങ്ങളും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. സ്നേഹവും ബഹുമാനവുമേ ഇപ്പോഴും എനിക്കുള്ളൂ. പക്ഷെ ആ നിശ്ചലമായ ശരീരം പോയി കാണാൻ മനസ്സ് അനുവദിച്ചില്ല എന്നതാണ് പരമാർത്ഥം. കാലം എത്ര കഴിഞ്ഞാലും മലയാള സിനിമയുടെ പിന്നാമ്പുറം നോക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച നൂറുകണക്കിന് ചിത്രങ്ങളിലെ ഓരോരോ വേഷങ്ങൾ മനസ്സിൽ ഒരു പുഴ പോലെ കടന്നു പോവുകയാണ്. കാലത്തിൻ്റെ യവനിക നീക്കി അഭിനയത്തിൻ്റെ വേറൊരു തീരം തേടി നടന്നു പോകുന്ന TP മാധവേട്ടനെ ഇത്തരുണത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. കടന്നുപോയ ഒരാളെക്കുറിച്ച് മോശം അനുഭവം പറഞ്ഞ് അവരെ ഇകഴ്ത്തി കാണിക്കുക എന്നത് എൻ്റെ രീതിയല്ല. ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടെ നേട്ടങ്ങളും കോട്ടങ്ങളും പറയാൻ വേണ്ടിയല്ല ഈ പരമ്പര. ഞാൻ അനുഭവിച്ച, ഞാൻ സംസാരിച്ച, ഞാൻ കണ്ട വ്യക്തിത്വങ്ങൾ, അവർ നമ്മളോട് എങ്ങനെ പെരുമാറി, അന്നത്തെ ഓർമ്മകൾ, ആ ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത്. ഇത് 93-ാമത്തെ എപ്പിസോഡാണ്. ഈ 93 എപ്പിസോഡുകളിലും ചില നേരങ്ങളിൽ ചില മനിതர்கள் എന്ന് പറയും പോലെ എല്ലാവരും 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ പലരും പലരെയും കാണുന്നത് പല വ്യൂ പോയിൻറ്റിലാണ്, പല കോണുകളിലൂടെയാണ്. അപ്പോൾ അവരുടെ ചിന്ത, അവരുടെ മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കുന്നു. ചിലത് നമുക്ക് ദുഃഖമുണ്ടാക്കാം, ചിലത് സന്തോഷമുണ്ടാക്കാം. പക്ഷേ വാക്കുകൾ അഗ്നിസ്ഫുലിംഗങ്ങളാണ്. നാവിൽ നിന്ന് വിടുന്ന ഓരോ വാക്കും മനുഷ്യ മനസ്സിൽ ഇടിത്തീയായി മാറും എന്നത് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നന്ന് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ വലിയ കലാകാരന് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ ഈ വാക്കുകൾ. നന്ദി,
നമസ്കാരം.